ബിഗ് ബോസ് മലയാളം ഭാഗമായതിനു ശേഷം ഏറ്റവും കൂടുതൽ പേരും പ്രശസ്തിയും ലഭിച്ച മത്സരാർത്ഥിയായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ. ടൈറ്റിൽ നേടണമെന്ന് ആഗ്രഹിച്ചാണ് സീസൺ 4ലും റോബിനും മത്സരാർത്ഥിയായി എത്തിയതും. ഇതുവരെയുള്ള ബിഗ് ബോസ് സീസൺ ആദ്യമായി ഷോയിൽ മാറ്റുരച്ച ഡോക്ടർ കൂടെയാണ് റോബിൻ. 4ാം സീസണിൽ ബിഗ് ബോസ് പ്രേമികൾ ഇന്നും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം റോബിൻ മാത്രമാണ്. 70 ദിവസത്തോളം റോബിൻ ഹൗസിൽ മത്സരിച്ചു. ശേഷം സഹമത്സരാർത്ഥി റിയാസ് സലീമിനെ കയ്യേറ്റം ചെയ്തതിനെ തുടർന്നാണ് പുറത്താക്കപ്പെട്ടത്. ഹൗസിൽ തുടർന്നുവെങ്കിൽ റോബിൻ തന്നെയാകും ആ സീസണിൽ കപ്പ് ഉയർത്തുക എന്ന അത്രത്തോളം പ്രേക്ഷക പിന്തുണ റോബിനുണ്ടായിരുന്നു. ദിൽഷ പ്രസന്നനായിരുന്നു ആ സീസണിൽ കപ്പ് ഉയർത്തിയത്. ബിഗ് ബോസ് റോബിന്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ജീവിത പങ്കാളിയെ റോബിൻ കണ്ടെത്തിയത് പോലും ബിഗ് ബോസിന് ശേഷമുള്ള ഒരു അഭിമുഖത്തിൽ പങ്കെടുത്തപ്പോഴാണ്. റോബിനെ പോലെ തന്നെ താരത്തിന്റെ പങ്കാളി ആരതി പൊടിയും ഇന്ന് ബി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളാണ്. നടിയായ ആരതി ഒരു ഫാഷൻ ഡിസൈനർ സംരംഭക കൂടിയാണ്. കഴിഞ്ഞ വർഷമായിരുന്നു ഇരുവരുടെയും വിവാഹം. ആരതിക്ക് സ്വന്തമായി 50,000-ന് അടുത്തുള്ള സബ്സ്ക്രൈബേഴ്സുള്ള ഈ യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോഴിതാ ഇരുവരുടെയും ഒരു രസകരമായ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത്. അച്ഛനമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ചാണ് ഇരുവരും വീഡിയോയിൽ സംസാരിക്കുന്നത്. ആരതിക്ക് ഒരു ചേച്ചിയുണ്ട്. റോബിന് ഒരു സഹോദരിയുണ്ട്. തങ്ങളോടല്ല സഹോദരങ്ങളോടാണ് അച്ഛനമ്മമാർക്ക് സ്നേഹമെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടും അത് പരസ്പരം പറഞ്ഞ് സങ്കടപ്പെടുമെന്നും തങ്ങളെന്നും ആരതിയും റോബിനും പറയുന്നു. മാതാപിതാക്കൾക്ക് തന്നോടാണോ അതോ തൻ്റെ സഹോദരങ്ങളോടാണോ സ്നേഹക്കൂടുതലെന്ന് സംശയം ഒരിക്കലും തോന്നാത്ത മക്കളുണ്ടാവില്ല. അച്ഛനമ്മമാർക്ക് എല്ലാ മക്കളും തുല്യരാണെന്ന തിരിച്ചറിവിൽ മക്കൾ വരുന്നത് അവർക്ക് കുഞ്ഞുങ്ങൾ പിറന്ന് കഴിയുമ്പോഴാണ്. റോബിൻ ചേട്ടൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും ഇഷ്ടം റോബിൻ ചേട്ടനെയാണ്. പക്ഷേ അമ്മയ്ക്കും അച്ഛനും അനിയത്തിയോടുള്ള ഏറ്റവും കൂടുതൽ സ്നേഹമാണെന്ന് റോബിൻ ചേട്ടൻ കരുതുന്നത്. അതുകൊണ്ട് ചേട്ടന് കുശുമ്പാണ്. അതുപോലെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്നോടും ഭയങ്കര സ്നേഹമാണ്. പക്ഷേ എനിക്ക് തോന്നാറ് അവർക്ക് എൻ്റെ ചേച്ചിയോടാണ് കൂടുതൽ സ്നേഹമെന്ന്. അത് ഞാൻ പറയാറുമുണ്ട്. മാത്രമല്ല ഞാനും റോബിൻ ചേട്ടനും പരസ്പരം പറയും, "നമുക്ക് ആരുമില്ല. നമ്മൾ അനാഥരാണ്. നമുക്ക് നമ്മളോടെയുള്ള ഞങ്ങൾ പരസ്പരം പറയാറുണ്ടെന്ന്" ഇരുവരും വീഡിയോയിൽ പറയുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഇതേ ചിന്താഗതിയിലുള്ളതാണ് തങ്ങളിൽ നിന്ന് ആരാധകരിൽ ചിലരും കുറിച്ചിട്ടുണ്ട്. നിങ്ങൾ അനാഥരല്ലെന്നും റോബിനും പൊടിക്കും ഞങ്ങളുണ്ടെന്നും ചിലർ കുറിച്ചു. ആരതിക്കൊപ്പം കൂടിയതിനു ശേഷം ആരതിയും കുട്ടിത്തവും കുസൃതിയും റോബിനിലേക്ക് പടർത്തിയെന്നാണ് ആരാധകരുടെ കണ്ടെത്തലുകൾ. ഭാര്യയായിട്ട മകളായിട്ടാണ് ആരതിയെ ചിലപ്പോഴൊക്കെ റോബിൻ ട്രീറ്റ് ചെയ്യുന്നതെന്നും പറയുന്നവരുണ്ട്. ആരതിയുടെ ഏത് സ്വപ്നത്തിലും ഒപ്പം റീനുമുണ്ട്. പൊടീസ് എന്ന പേരിലാണ് ആരതിയുടെ ബ്യൂട്ടിക് പ്രവർത്തിക്കുന്നത്.